നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കത്വ ഭീകരാക്രമണത്തിൽ നാട്ടുകാരായ 24 പേരെ കസ്റ്റഡിയിലെടുത്തു. കരസേനയും ജമ്മു കാശ്മീർ പോലീസും നടത്തിയ തിരച്ചിലിലാണ് നടപടി. ഭീകരാക്രമണത്തിൽ 5 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സൈനികർ സഞ്ചരിച്ച വാഹനവ്യൂഹത്തെ ഭീകരർ ലക്ഷ്യമിട്ടത്. തുടർച്ചയായ ഭീകരാക്രമണത്തിന് പിന്നാലെ ജമ്മു കാശ്മീർ ഭീകരർക്കെതിരെ ശക്തമായ തിരിച്ചടിക്കൊരുങ്ങുകയാണ് സുരക്ഷാ സേന. 5 മേഖല കേന്ദ്രീകരിച്ച് വ്യാപക തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. 3 ദിവസത്തിന്റെ ഇടവേളയിൽ 4ഇടങ്ങളിലായാണ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്. കുൽഗാമിൽ 2ഇടങ്ങളിലായി ഉണ്ടായ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത് 2 സൈനികരാണ്. കത്വയിൽ വീരമൃത്യു വരിച്ചത് 5 കരസേനാ അംഗങ്ങൾ. ഇതിന് പുറമെയാണ് രജൌരിയിലും ധോഡയിലും സൈന്യത്തെ ലക്ഷ്യമിട്ടുള്ള ഭീകരാക്രമണങ്ങൾ നടന്നത്. കുൽഗാമിലേത് ഭീകരർക്കെതിരെയുള്ള സൈനിക ഓപ്പറേഷനായിരുന്നു. ഹിസ്ബുള്ള മുജാഹിദീനിലെ കമാൻഡറെ അടക്കം 6 ഭീകരരെ സൈന്യം വധിച്ചു. എന്നാൽ മറ്റ് 3ഇടങ്ങളിലൂടെയും സൈന്യത്തെയും മറ്റ് സുരക്ഷാ സേനാംഗങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത ഭീകരാക്രമണമാണ്. ഇതോടെയാണ് 100 കണക്കിന് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ജമ്മു കാശ്മീർ വ്യാപകമായി തുടങ്ങിയത്. കരസേന അംഗങ്ങൾ, സ്പെഷ്യൽ ഫോഴ്സായ പാരാ കമാൻഡോസ്, CRPF, ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. ദോഡ, രജൌരി, കത്വ, കുൽഗാം, പൂഞ്ച് എന്നിവിടങ്ങളിലാണ് തിരച്ചിൽ. അതിനിടെ ജമ്മു കാശ്മീർ ക്രമസമാധാന നില ഓരോ ദിവസവും തകരുകയാണ് എന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു.